മീക്കുട്ടി, യെസ്. ഇതിനു മുന്നേ കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു എല്ലാം സ്ലോ പാട്ടൊക്കെ അല്ലേ പാടിത്തന്നെ. ഈ ഫാസ്റ്റ് മ്യൂസിക് എന്ന് പറയുമ്പോഴേ എനിക്കൊന്ന് റിയാലിറ്റി ഷോയിലൊക്കെ പാടുന്ന സമയത്ത് ഡാൻസ് ഒക്കെ ചെയ്ത് പാടണ്ടേ. അപ്പോൾ ആ സമയത്ത് എങ്ങനെ ഈ ബ്രീത്തൊക്കെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് തെറ്റിക്കാതെയൊക്കെ പാടുന്നത്? അതിപ്പോ ഞാൻ സാധാരണ ഡാൻസ് കളിക്കുമ്പോ തന്നെ അങ്ങനെയൊന്നും വരാറില്ല. പ്രശ്നമില്ല. ഇല്ല, ഡാൻസ് കുറച്ച് ഈ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ഭയങ്കര തുള്ളുമ്പോ മാത്രമേ ഉള്ളൂ കിതക്കണം. ബാക്കിയല്ലോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടയ്ക്ക് തുള്ളും ഇടയ്ക്ക് അങ്ങനെയൊക്കെ അല്ലേ. അതൊക്കെ ആരാ പഠിപ്പിച്ചിരുന്നു ഇതൊക്കെ? ഡാൻസ് മൊത്തം ഞാൻ തന്നെ തനിയെ പഠിക്കും. കോറിയോഗ്രഫി എല്ലാം പാട്ട് ഫുള്ള് പാപ്പ. ഡാൻസ് അപ്പൊ ഇങ്ങനെ കോറിയോഗ്രഫി ചെയ്യുന്ന ഞാനാ. ആണോ? ഡാൻസ് പഠിക്കുന്നുണ്ടോ അപ്പൊ? ഇല്ല, ഡാൻസ് പഠിക്കുന്നില്ല, പക്ഷെ സ്വന്തമായിട്ട് കോറിയോഗ്രഫി. ഞാൻ എന്റെ പാട്ടൊക്കെ കണ്ട് അതിനകത്തുനിന്ന് ഓരോരോ സ്റ്റെപ്പ് ഇങ്ങനെ എടുത്ത് അടിച്ചു മാറ്റി അടിച്ചു മാറ്റില്ല എടുക്കും. എന്നിട്ട് ചില സ്ഥലത്തൊക്കെ അതങ്ങ് വേറെ വേറെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ അതൊക്കെ. ശരിക്കും ഇപ്പൊ പാട്ട് അറിയാൻ, ഡാൻസ് അറിയാൻ, ഡാൻസ് സ്വന്തമായിട്ട് കോറിയോഗ്രഫി ചെയ്യുന്നു, പടം വരയ്ക്കുന്നു നേരത്തെ പറഞ്ഞു. ശരിക്കും അറിയാത്തതായിട്ട് എന്താ ഉള്ളത്? അങ്ങനെ ചോദിച്ചാ അറിയാത്തായിട്ട് എനിക്ക് വായിക്കാനൊന്നും അറിഞ്ഞു. വായിക്കാറ്? അയ്യോ, അങ്ങനെ വായിക്കാനല്ല, ഈ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനൊന്നും അറിഞ്ഞു. ഓ അങ്ങനെ. ഞാൻ വിചാരിച്ചു വായിക്കാൻ, അക്ഷരം വായിക്കില്ല, ക്ലാസ്സിൽ അറിയാലോ. ഓക്കെ. ഫ്ലൂട്ട് വേണമെങ്കിൽ അങ്കിൾ പഠിപ്പിച്ചു തരും. അങ്കിൾ വേണമെങ്കിൽ ഫ്ലൂട്ട് പഠിപ്പിച്ചു തരും. പഠിപ്പിച്ചു കൊടുക്കും അങ്കിൾ? കുട്ടി പഠിപ്പിച്ചു തരാം. നേരത്തെ ഒരു പ്രതികാരം ഉണ്ട്, അതുകൊണ്ട് പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല വഴക്ക്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റ് നമ്പർ ഒരു പാട്ട് കേൾക്കണം. പുഷ്പമിഴിയുടെ തേരോട്ടം 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 ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കളിക്കുള്ളിൽ ചിപ്പിവളക്കുലിക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം 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 തേരോട്ടം. പൊളിച്ചടുക്കി. ശരിക്കും എണീറ്റ് നിൽക്കായിരുന്നെങ്കിൽ തുള്ളിയാനല്ലേ നമ്മള്. നമുക്ക് ഒരുമിച്ച് തുള്ളായിരുന്നു. എന്തായാലും പോട്ടെ, സാരമില്ല, ഇപ്പൊ ഇരുന്ന് തുള്ളാം. എന്നാലും മോശമായി പോയോട്ടോ. എന്റെ മുഖത്ത് നോക്കി തണ്ടുകാരി, കോപക്കാരി, എന്തൊക്കെ അനാവശ്യം. ഞാനോ? ശരിക്കും ഇവിടെ ചോദിക്കണം, ആരാണ് ഇവിടത്തെ കോപക്കാരിന്ന്? അച്ഛനോട് ചോദിക്കട്ടെ, പാട്ട് പഠിക്കുമ്പോ ആരാണ് കോപക്കാരി? ആരാണ്? നിങ്ങൾ വഴക്കിട്ടല്ലേ പഠിക്കുന്നത്? അച്ഛൻ പറയും കോപക്കാരി ആരാന്ന്. പക്ഷെ അങ്ങനൊന്നുമില്ല, നമ്മള് വഴക്കിടും പിന്നെ തണ്ട് എന്നെ എന്തിനു തണ്ടേരി എന്ന് പറഞ്ഞു? ചേച്ചിയുടെ മുഖം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി, അത് ഞാൻ തണ്ടേരി. സാരല്ല, പോട്ടെ. കിരീടമൊക്കെ വെച്ചിരിക്കുന്നോണ്ട് ഞാൻ വിട്ടു, ക്ഷമിച്ചിരിക്കുന്നു. ഇന്ന് രാജകുമാരിയായിട്ട് ഞാൻ അംഗീകരിച്ച് വിട്ടിരിക്കുന്നു. ഓക്കെ. രാജകുമാരിയോ? കിരീടം വെക്കുന്ന ആരാ? കിരീടം വെക്കുന്ന ഇപ്പൊ രാജകുമാരി മാത്രല്ല, അല്ല, എവരിബഡി ഈസ് ക്വീൻ എന്നൊക്കെ. എനിക്ക് വേറെ ലെവൽ ഡയലോഗ്സ് ഒക്കെ. വീണ്ടും വീണ്ടും വിട്ടേക്കാം. ഞാൻ തോറ്റു, പിന്മാറി. ഓക്കെ, ഈ പാട്ടിന്റെ കഥ പോരട്ടെ. കഥ, ഈ പാട്ട് പാടിയപ്പോഴത്തേക്കും എനിക്കൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ കാലി വെച്ച് നീന്തി കളിക്കുന്ന സ്റ്റെപ്പായിരുന്നു. പിന്നെ നസീറങ്ങളുടെ ഇങ്ങനെ താടിയൊക്കെ ഞാൻ നസീറങ്ങളെ പോലെയാണ് ഒരുങ്ങിയിട്ട് പോയത്. പിന്നെ അത് കാരണം എനിക്ക് ചിരിക്കാൻ പറ്റില്ല, താടി വെച്ചിട്ട് ഭയങ്കര പാട്. ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കായിരുന്നു. പിന്നെ നസീറങ്ങള് മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു പാടിയത്. ഈ മൈക്ക് ഇവിടെയും നസീറങ്ങൾ പാടുന്ന അവിടെയും ആയിരുന്നു. അങ്ങനെയുണ്ടായിരുന്നു. ആരും കണ്ടുപിടിക്കാത്തൊരു കാര്യമാണല്ലോ കണ്ടുപിടിച്ചത്. ഓക്കെ.